എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഇന്നൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ വീഡിയോ. ഇന്ന് നമ്മൾ കൊല്ലൂർ മൂകാംബികയിലോട്ട് പോകുകയാണ്. സോ ഇന്ന് നാളെ വെള്ളിയാഴ്ച എൻ്റെ ആദ്രികയുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് കൊല്ലൂർ മൂകാംബികയിൽ വെച്ച്. നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേഷനിൽ വെച്ച് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ 6 മണി ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഊബറിലാണ് വന്നത്. ട്രെയിൻ 10 മിനിറ്റ് ഡിലേ ആണ്. നമ്മൾ പോകുന്നത് രാജധാനി എക്സ്പ്രസ്സിലാണ്, എറണാകുളം ടു ഉടുപ്പി. നമ്മുടെ ട്രെയിൻ വന്നിരിക്കുന്നത് കറക്റ്റ് 6:30 ആയപ്പോൾ ട്രെയിൻ എടുത്തു. നമ്മളെല്ലാവരും കയറിയിരുന്നു. ഇനി അടുത്ത സ്റ്റേഷൻ തൃശ്ശൂരാണ്. ഒരു 8 മണി ആയപ്പോൾ ഫുഡ് വന്നു. ഫുഡ് രാജധാനിയിൽ ഇൻക്ലൂഡഡ് ആണ്. ഫുഡ് അത്ര കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരത്തെ കിടന്നു, കാരണം 3 മണിക്ക് ഉടുപ്പിയിൽ ട്രെയിൻ എത്തും. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ ഇപ്പൊ 3 മണിയായി. നമ്മൾ ഉടുപ്പി സ്റ്റേഷനിലാണ്. ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് കാണാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ഉടുപ്പി ഹോട്ടലിലാണ്. നമ്മളിപ്പോൾ മൂകാംബികയിലോട്ട് പോകുന്ന വഴിയിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇപ്പോൾ 7:30 ആയി. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, 9 ആയപ്പോൾ മൂകാംബികയിൽ എത്തി. നമ്മളെല്ലാവരും കൂടി ദേവിയെ തൊഴാനായിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് മേക്കപ്പിന് പോവും. വൈകുന്നേരം ആണ് ഡാൻസ് പരിപാടി. ഗുഡ് മോർണിംഗ് ഗൈസ്. വലിയൊരു പ്രോഗ്രാമിന് ശേഷം നമ്മൾ തിരിച്ച് നാട്ടിൽ പോണേണ്. അപ്പോൾ ഗൈസ്, നാട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഉടുപ്പി ശ്രീകൃഷ്ണ അമ്പലത്തിൽ കയറി തൊഴുതു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഹോട്ടലിൻ്റെ താഴെ തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാസർഗോഡ് പോവാണ്. ഒടുവിൽ നമ്മൾ കാസർഗോഡുള്ള പ്രശസ്തമായ അനന്തപുര തടാക ക്ഷേത്രത്തിലാണ് എത്തിയത്. ഇവിടെ 70 വർഷത്തോളം നിവേദ്യം മാത്രം കഴിച്ച് ജീവിച്ച ബബിയ എന്ന ശാന്തയായ മുതലയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. എന്നാൽ അവൾ 2022 മരണമടഞ്ഞു. എങ്കിലും ഐതിഹ്യം തെറ്റിക്കാതെ ഇപ്പോൾ ഈ തടാകത്തിൽ മറ്റൊരു പുതിയ മുതല വന്നിട്ടുണ്ട്. ഞങ്ങൾ ആ മുതലയെ കണ്ടു, പക്ഷെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല, കാരണം അത് വെള്ളത്തിനടിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിലുള്ള അന്നദാനം കഴിച്ചിട്ട് 2 മണിയായപ്പോൾ സ്റ്റേഷനിലെത്തി. 2:30-ക്കായിരുന്നു ട്രെയിൻ. അതാണ് ഞങ്ങൾ പോകുന്ന വന്ദേ ഭാരത്. ഗൈസ്, ഞങ്ങൾ കാസർഗോഡ് എത്തി. അവിടെ വന്ദേ ഭാരതിൽ കയറി. ഇനി നമ്മൾ കൊച്ചി പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ജേണി. ഞങ്ങൾ 7 മണിയായപ്പോൾ കൊച്ചിയിലെത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.